ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള കിഡിലൻ സ്ട്രോബെറി ആണ് കേട്ടോ. ഈ ഒരു സ്ട്രോബെറി കൊണ്ടുള്ള കിഡിലൻ ജ്യൂസാണ് ഞാനിവിടെ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പറാണ്. അതേപോലെ തന്നെ ഹെൽത്ത് വൈസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നമുക്ക് സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഹെൽത്ത് വൈസ് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഫുൾ ഡേ നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എല്ലാ കൂട്ടുകാർക്കും അറിയണ്ടേ. അതിനായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്ക് ഈ ഒരു സ്ട്രോബെറി എടുത്തിട്ട് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാം. നല്ല സ്ട്രോബെറി ആണ് കേട്ടോ, നല്ല മധുരമുള്ള സ്ട്രോബെറി ആണ്. അപ്പോൾ ഈ ഒരു സ്ട്രോബെറി കൊണ്ട് നമുക്ക് കിഡിലിനായിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ സ്ട്രോബെറിയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, അപ്പോൾ ഈ ഒരു ഇലയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം. അപ്പോൾ ജ്യൂസ് അടിക്കാനായിട്ട് നമ്മൾ എടുത്ത് വെച്ച സ്ട്രോബെറി ഇതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലുള്ള ഇലയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് പാലാണ്, നന്നായി തിളപ്പിച്ചാറിയ പാലാണ്. ഈ ഒരു ഗ്ലാസ് പാലും ചേർത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്തിട്ട് നമുക്ക് ഈ ഒരു സ്ട്രോബെറി ഒന്ന് ജ്യൂസ് ആക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ കിഡിലൻ സ്ട്രോബെറി ജ്യൂസൊക്കെ ഇത് അവിടെ തയ്യാറായിട്ടുണ്ട്. പാലും പഞ്ചസാരയും അതേപോലെ തന്നെ നമ്മൾ സ്ട്രോബെറിയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഇതിന്. ഹെൽത്തിയും കൂടെയാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അത് അടിപൊളി ജ്യൂസ് ഇവിടെ തയ്യാറായി. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. പിന്നെ നമ്മൾ ജ്യൂസ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഇതിനൊന്ന് അരിച്ചെടുക്കണം. ചെറിയ ചെറിയ സീഡൊക്കെ ഉണ്ടാവും ഇതിൽ. അപ്പോൾ അത് പോവാനായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഹെൽത്തി സ്ട്രോബെറി ജ്യൂസ് ഇനി വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ. അടിപൊളിയായിട്ടുള്ള ഈ ഒരു ജ്യൂസ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.